പരാതിക്കാരിയുടെ ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അവരുടെ പരാതി എന്ന് അറിയണം. ആ പരാതി എന്താണ്, പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയാനാവില്ല. നിയമ നടപടി ഞാൻ പറഞ്ഞു, എന്താണ് പരാതി, ആരുടെയാണ് പരാതി, ആളുടെ പേര് പറയണ്ട, പരാതിയുടെ സ്വഭാവം എന്താണ്, എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്. ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അത് അവിടെ അനുഭവസ്ഥരായ ആളുകൾ ഉള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ട് കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പണ്ട് കൊടുത്തത്? അതറിയണ്ടേ. ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റൂ. സാധാരണ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം. ഈ പരാതി പോലീസിനെ ഫോർവേഡ് ചെയ്ത് അങ്ങനെ ഈ രാജ്യത്തുള്ള എല്ലാ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ പരാതി കൊടുക്കുന്നത്? അങ്ങനെയല്ലേ, മുൻപും പല ഇതുപോലെ യുവതികൾക്കെതിരെയുള്ള അതിക്രമത്തിലൊക്കെ അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും അത് അങ്ങനെ കൊടുത്ത വേറൊരു യുവതിയുടെ പേര് നിങ്ങൾ പറ. മുഖ്യമന്ത്രിക്ക് ധാരാളം പരാതികൾ മുൻപ് പോലീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടല്ലോ. അല്ല, എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഇപ്പോൾ മുമ്പൊരു പരാതി ഉണ്ടായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പരാതി അവിടെ വന്ന് മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് അത് കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴിങ്ങനെ പരസ്യമായിട്ട് വന്നത്, രഹസ്യമായിട്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവിടെ വേടന്റെ കേസിൽ മുഖ്യമന്ത്രിക്കായിരുന്നല്ലോ പരാതി അയച്ചത്. പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പരാതി അയച്ചത് ആയിരിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷനാണ് എന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും, അതാദ്യം അവിടെയല്ലല്ലോ എത്തേണ്ടത്. നമ്മുടെ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി പോയി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനാണ്. പരാതിയുള്ള ആളുകൾ ജീവിക്കുന്ന, താമസിക്കുന്ന അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത്.